മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. തൊറാസിക് സ്പൈനിൻ്റെ അസാധാരണമായ വളവാണ് കൈഫോസിസ്. ഒരു മിനിറ്റിലെ ഹൃദയമിടിപ്പിൻ്റെ എണ്ണം അറിയപ്പെടുന്നത് ഹേർട്ട് റേറ്റ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ലോക്ക് ജോ എന്നറിയപ്പെടുന്ന അസുഖം ടെറ്റനസ്. എൻഡോക്രൈൻ ഗ്രന്ഥിക്ക് ഉദാഹരണം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അനാട്ടമിക്കൽ ഏജ് നിർണ്ണയിക്കുന്നത് അസ്ഥിയുടെയും പല്ലിൻ്റെയും പരിശോധനയിലൂടെയാണ്. ഹൈപ്പോതലാമസ് നിയന്ത്രിക്കുന്ന ഒരു പ്രവർത്തനം ഗ്രന്ഥികളുടെ പ്രവർത്തനം. ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തന ധർമ്മം ഓക്സിജൻ സ്വീകരിക്കുകയും വഹിക്കുകയും ചെയ്യുക. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് പറ്റുന്ന പരിക്കാണ് സ്ട്രെയിൻ? മസിൽ. ഹൃദയത്തിൻ്റെ ഓരോ മിടിപ്പിലുമുള്ള റെസ്റ്റിംഗ് സ്ട്രോക്ക് വോളിയം എത്ര? 60-80 മില്ലി. പേശി വലിവ് സാങ്കേതികമായി അറിയപ്പെടുന്നത് സ്ട്രെയിൻ. ചലനത്തിന് സഹായകമായ അസ്ഥിയോട് ചേർന്നുള്ള മസിൽ ഏത്? വോളണ്ടറി മസിൽ. മസിലിനെ ശക്തി ചെലുത്താനുള്ള കഴിവാണ് മസ്കുലർ സ്ട്രെങ്ത്. ഹൃദയത്തിൽ മാത്രം കാണുന്ന മസിൽ കാർഡിയാക് മസിൽ. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. തൊറാസിക് സ്പൈനിൻ്റെ അസാധാരണമായ വളവാണ് കൈഫോസിസ്. ഒരു മിനിറ്റിലെ ഹൃദയമിടിപ്പിൻ്റെ എണ്ണം അറിയപ്പെടുന്നത് ഹേർട്ട് റേറ്റ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ലോക്ക് ജോ എന്നറിയപ്പെടുന്ന അസുഖം ടെറ്റനസ്. എൻഡോക്രൈൻ ഗ്രന്ഥിക്ക് ഉദാഹരണം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അനാട്ടമിക്കൽ ഏജ് നിർണ്ണയിക്കുന്നത് അസ്ഥിയുടെയും പല്ലിൻ്റെയും പരിശോധനയിലൂടെയാണ്. ഹൈപ്പോതലാമസ് നിയന്ത്രിക്കുന്ന ഒരു പ്രവർത്തനം ഗ്രന്ഥികളുടെ പ്രവർത്തനം. ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തനധർമ്മം ഓക്സിജൻ സ്വീകരിക്കുകയും വഹിക്കുകയും ചെയ്യുക. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് പറ്റുന്ന പരിക്കാണ് സ്ട്രെയിൻ? മസിൽ. ഹൃദയത്തിൻ്റെ ഓരോ മിടിപ്പിലുമുള്ള റെസ്റ്റിംഗ് സ്ട്രോക്ക് വോളിയം എത്ര? 60-80 മില്ലി. പേശി വലിവ് സാങ്കേതികമായി അറിയപ്പെടുന്നത് സ്ട്രെയിൻ. ചലനത്തിന് സഹായകമായ അസ്ഥിയോട് ചേർന്നുള്ള മസിൽ ഏത്? വോളണ്ടറി മസിൽ. മസിലിനെ ശക്തി ചെലുത്താനുള്ള കഴിവാണ് മസ്കുലർ സ്ട്രെങ്ത്. ഹൃദയത്തിൽ മാത്രം കാണുന്ന മസിൽ കാർഡിയാക് മസിൽ.